അടുത്ത 4 വരിയുടെ അർത്ഥമാണ് പറയുന്നത്. മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജൽ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികലസൽക്കജ ഗുരുവിന്ദ മണിശ്രേണി കനൽ കോടീര മണ്ഡിത. ഇതിൽ മനോരൂപേഷു കോദണ്ഡ മനോരൂപമായി സങ്കല്പ വികൽപാത്മക ക്രിയാരൂപമായിരിക്കുന്ന ഇക്ഷുകോദണ്ഡത്തോട് കരിമ്പ് വില്ലോട് കൂടിയവൾ. പഞ്ചതന്മാത്ര സായക പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന സായകങ്ങളോട് ബാണങ്ങളോട് കൂടിയവൾ എന്ന് വാമകേശ്വര തന്ത്രം. ദേവിയുടെ ബാണങ്ങൾ സ്ഥൂലം, സൂക്ഷ്മം, പരം എന്ന് 3 വിധമാണെന്നും അതിൽ സ്ഥൂലം ഹർഷണം, രോചനം, മോഹനം, ശോഷണം, മാരണം ഈ നാമങ്ങളോട് കൂടിയ കമലം, രക്തകൈരവം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്നീ 5 വിധ പുഷ്പമയങ്ങളും സൂക്ഷ്മം മായാബിജാതി മന്ത്രമയങ്ങളും പരം അനുരാഗാദി വാസനാമയങ്ങളും ആകുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. നിജാരുണ പ്രഭാപൂര മജ്ജൽ ബ്രഹ്മാണ്ഡ മണ്ഡല നിജയായി തന്നെ സംബന്ധിച്ചതായി ഇരിക്കുന്ന അരുണപ്രഭയുടെ ചുവന്ന കാന്തിയുടെ പൂരത്തിങ്കൽ പ്രവാഹത്തിങ്കൽ മജ്ജത്തുക്കളായി അഭേദമായി മുങ്ങിക്കിടക്കുന്നവകളായി ഇരിക്കുന്ന ബ്രഹ്മാണ്ഡ മണ്ഡലത്തോട് ബ്രഹ്മാണ്ഡ സമൂഹത്തോട് കൂടിയവൾ. ചമ്പകാശോക പുന്നാക സൗഗന്ധികലസൽക്കജ അഗ്നികുണ്ഡത്തിൽ നിന്നുദ്ഭവിച്ച ദേവി സ്ഥൂല രൂപത്തിനു ശിരസ് ആദ്യമായി ഉണ്ടായതുകൊണ്ടും ദേവി മുഖാഭിമുഖമായിരിക്കുന്ന വാഗ്ഭവകൂടം പഞ്ചദശി മന്ത്രത്തിൽ ആദ്യമായിരിക്കുന്നതിനാലും ശിരസ് തുടങ്ങി പാതാരവിന്ദം വരെയും വർണ്ണിക്കുന്നതിനായി ആരംഭിക്കുന്നു. ചമ്പകങ്ങളെക്കൊണ്ടും ചമ്പക പുഷ്പങ്ങളെക്കൊണ്ടും അശോകങ്ങളെക്കൊണ്ടും അശോക പുഷ്പങ്ങളെക്കൊണ്ടും പുന്നാകങ്ങളെക്കൊണ്ടും സുരപുന്നപ്പൂക്കളെക്കൊണ്ടും സൗഗന്ധികങ്ങളെക്കൊണ്ടും കൽഹാരങ്ങളെക്കൊണ്ടും രസത്തുക്കളായി ശോഭിക്കുന്നവകളായി ഇരിക്കുന്ന കജങ്ങളോട് തലമുടിയോട് കൂടിയവൾ. ശ്രീദേവിയുടെ കജങ്ങൾക്ക് പുഷ്പങ്ങൾക്കുള്ളതിനേക്കാൾ വിശേഷമായി നിത്യസിദ്ധമായ സൗരഭ്യമുള്ളതുകൊണ്ടും ലസശബ്ദത്താലും ഈ കുസുമങ്ങൾ അലങ്കാരത്തിനായി മാത്രം അണിഞ്ഞിരിക്കുന്നുവെന്ന് താൽപ്പര്യം. കുരുവിന്ദ മണിശ്രേണി കനൽ കോടീര മണ്ഡിത കുരുവിന്ദമണികളുടെ സ്മരണത്താൽ തന്നെ മംഗല്യ ബലം, വിഷ്ണുഭക്തി, അഭിവൃദ്ധി മുതലായവയെ കൊടുക്കുന്നവയും രാവണഗംഗയിൽ ഉണ്ടായവയും ആയ പത്മരാഗങ്ങൾ എന്ന രത്നങ്ങളുടെ ശ്രേണി കൊണ്ട് പംക്തി കൊണ്ട് കനത്തായി പ്രകാശമാനമായി ഇരിക്കുന്ന കോടീരത്താൽ കിരീടത്താൽ മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ കുരുവിന്ദങ്ങളും മണികളും എന്നൊരഭിപ്രായവുമുണ്ട്. ഈ ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞ ദേവത തന്ത്രവിദ്യയിൽ ഉപയോഗിക്കുന്ന ഒരു ദേവതയാണ്. അതുകൊണ്ട് മന്ത്രസിദ്ധി വരുത്തുന്നതിനാണ് ഈ ദേവതയെ കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥവ്യാഖ്യാനം ഈ രൂപത്തിൽ ആയിരിക്കുന്നത്.